എന്ത് ചെയ്യാൻ? ഇതാരാ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഡയറക്ടറാണ്, അടികപ്പേരെ കുട്ടമണിയുടെ ഡയറക്ടർ. ഇപ്പോൾ മനേജേട്ടനെ ഒന്നും പിടിച്ചില്ല, കാര്യം അത്രയ്ക്കുള്ള ഒരു ലുക്കും ഒന്നും ഇല്ലല്ലോ വർഗീസ്. മനേട്ടൻ ഇങ്ങനെ ഈ കൊച്ചു പയ്യനാ സിനിമ എടുത്ത് ചേട്ടാ ഇത് തന്നെ ആള്. ബട്ട് ആക്ച്വലി ഈ ഒരു പോസ്റ്ററിൽ നമുക്കൊരു ആനയെ കാണാം. ഈ ആനയ്ക്ക് അടിനാശം വെള്ളപ്പൊക്കത്തിലുള്ള സിഗ്നിഫിക്കൻസിനെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അത് ആനയുടെ പേര് പുതുപ്പള്ളി സാധു എന്നാണ് ആനയുടെ പേര്. പേര് പോലെ തന്നെ വളരെ സാധുവായിട്ടുള്ളൊരു ആന. ആർട്ടിസ്റ്റിനെ ഇരുത്തി പറയുകയാണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റിനെക്കാട്ടും കറക്റ്റായിട്ട് അഭിനയിച്ചിട്ട് പോയത് സാധുവാണ്. ഒരു റീടേക്കും ഇല്ല, പറയുമ്പോൾ കറക്റ്റ് പൊസിഷനും ഒന്നും നിൽക്കും, വേറെ ശല്യങ്ങളൊന്നും ഇല്ല, കറക്റ്റാണ്. അത് പിന്നെ വൻ ഫാൻ ഫോളോവേഴ്സ് ആണ്. ഷൈൻ ചേട്ടനായിരുന്നു ആനയായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഞാൻ ഷൈൻ ചേട്ടനെ കുറച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഷൈൻ ചേട്ടാ. ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന റിപ്പറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഈ അടി എന്ന ഒരു വാക്ക് ടൈറ്റിൽ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കുന്നതും വർഗീസ് ചേട്ടനും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? അതൊരു ഭാഗ്യവാക്കാണോ? ലൈക്ക് അടികപ്പേരെ കുട്ടമണി, ഉറിയടി, എല്ലാത്തിലും ഒരു അടിയുണ്ട്. ആൻഡ് എനിക്ക് തന്ന ഈ ഒരു പോസ്റ്റർ അത് കണ്ടില്ലേ, അടി ഇസ് ഇൻ റെഡ്. സോ എന്താണ് അത്? അടിയോടൊന്നും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്നായിരിക്കാം. ഇല്ല, അത് ഒരു യാദൃശികമായിട്ട് സംഭവിക്കുന്നതാണ്. തൽക്കാലം ഇതോടുകൂടി അടി ട്രിലോജി നിർത്തുന്നതാണ്. ഓക്കെ. ട്ടപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, നമ്മളെല്ലാവരും മലയാളത്തിലെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ് മൂവി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ, അടികപ്പ്യാരെ കൂട്ടമണി. സോ ഈ ഒരു ബ്രാൻഡ് നെയിം മതി ആക്ച്വലി ഈ ഒരു ഡയറക്ടറെ, ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയെ, ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രത്തെ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് പരിചയപ്പെടുത്താനായിട്ട്. സോ ഫ്രം ദ മേക്കർ ഓഫ് അടികപ്പ്യാരെ കൂട്ടമണി ആൻഡ് ഉറിയടി, എ ജെ വർഗീസിന്റെ മൂന്നാമത്തെ സിനിമയായിട്ടുള്ള അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ചെറിയൊരു കൈയടിയാകാം. വളരെ ചെറിയൊരു സർക്കിളാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ഒരുപാട് സീറ്റ്സ് ഒക്കെ വേക്കൻ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ത്രൂ ഔട്ട് ആ ഒരു പമ്പ് നൽകുന്നത്. സോ വൺസ് അഗൈൻ പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ ദി ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഓഫ് അടിനാശം വെള്ളപ്പൊക്കം. സോ അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ ഒരു ചിത്രത്തിൽ മഞ്ജു ചേച്ചിയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട മഞ്ജു പിള്ളയുണ്ട്, അശോകൻ സാറുണ്ട്, സാർ നമസ്കാരം, ആൻഡ് ഷൈൻ ടോം ചാക്കോ ഉണ്ട്. ആൻഡ് ഈ 3 വെറ്ററൻ ആക്ടേഴ്സിനോടൊപ്പം നമ്മൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ടാകും. പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ യങ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. 2012 ശേഷം സുരേഷ് പീറ്റേഴ്സ് മലയാളത്തിൽ ഒരു നല്ല ഗാനമൊക്കെ ചെയ്ത് സംഗീത സംവിധാന രംഗത്തിലേക്ക്, മലയാള സിനിമയിലേക്ക് വീണ്ടും വരുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും അടിനാശം വെള്ളപ്പൊക്കം. ലക്ക ലക്ക എന്ന് പറയുന്ന പാട്ട് ഇപ്പോൾ തന്നെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയി കഴിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. നമ്മൾ ഇന്നിവിടെ ആ പാട്ട് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പുതിയ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയായിരിക്കും ഈ ചിത്രത്തിലൂടെ സംഭവിക്കുന്നത്. സോ a lot of things are packed for today's evening. I can't wait to introduce you all to it. So before that, ഞാൻ ഒരുപാട് പേരുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഒരുപാട് പേര് കടന്നു വരുന്ന ഒരു സിനിമയായിരിക്കും അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ മലയാളത്തിലേക്ക് ഇനി ഒരുപാട് നല്ല സംഭാവനകൾ നൽകാൻ പോകുന്ന, ഒരുപാട് നല്ല ചിത്രങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി ലോഞ്ച് ആവുകയാണ് ഈ ഒരു സിനിമയിലൂടെ. സൂര്യഭാരതി പ്രൊഡക്ഷൻ ഹൗസ് എന്നാണ് ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര്. ആൻഡ് ഇതിൻ്റെ CEO ആൻഡ് ഫൗണ്ടർ മിസ്റ്റർ മനോജ് കുമാർ KP, അദ്ദേഹം തൃശ്ശൂരിലെ ഒരു വെൽ നോൺ ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തെ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈൻ ഓഫ് ബിസിനസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ ഒന്ന് പറയാം. സോ he owns ചിറ്റണ്ട ഗജ നാഷണൽ പാർക്ക്, പാലക്കാട് ആൻഡ് Thrissur border oru elephant park he owns. And apart from that, New India Travel Cooperative Limited, Milk Farmers Fisheries Trade, Multi-State Cooperative Society, Taninaram Daily, Swarnamukhi Jewellers, Surya Bharati Insurance, Surya Bharati Mess,
സൂര്യഭാരതി മെഡിക്കൽസ് ആൻഡ് ബഡ്ജറ്റ് ഹോംസ് എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലൈൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ദ ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ. സോ മനോജ് കുമാർ KP എന്ന് പറയുന്ന പുതിയൊരു പ്രൊഡ്യൂസർ കൂടി അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്, കാലുറപ്പിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഹിം ഓൺ സ്റ്റേജ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സാറിനെ ഒന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വി വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു സർ. സോ ഐ വെൽക്കം യു ഓൺ സ്റ്റേജ്. Let's put our hands together for the producer of the movie, Manoj Kumar KP. സോ അദ്ദേഹത്തിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടേ സിനിമയോടും സംഗീതത്തോടും ഒക്കെ ഒരു വലിയ ഇഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മേ ബി അതായിരിക്കാം ഇന്ന് സിനിമാ രംഗത്തേക്ക് ഉള്ള ഈ ഒരു ചുവടുവെപ്പിന് കാരണമായത്. സോ ഹി ഈസ് ജോയിനിങ് us here on stage. നമസ്കാരം സർ. വെൽക്കം ടു ദി ഈവനിങ് ആൻഡ് വെൽക്കം ടു മലയാളം സിനിമ സർ. സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഓവർ ടു യു. നമസ്കാരം. നമ്മുടെ ജീവിതത്തിൻ്റെ പല വഴിയിൽ കൂടെ യാത്ര ചെയ്ത് എത്തിച്ചേർന്ന പല മേഖലകളും വിജയിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് ഇപ്പോൾ എനിക്കുള്ളത്. 15ഓളം പ്രൊജക്റ്റുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം ഇൻഡസ്ട്രി എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വിനോദത്തിൻ്റെ കാൽവെപ്പിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ സൂര്യഭാരതി പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ ആരംഭിക്കുകയാണ്. വർഷം ഒരു 3 സിനിമയാണ് നമ്മൾ നിർമ്മിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാനറിൽ നമ്മളതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഫിലിം ഇൻഡസ്ട്രി പൊതുവായിട്ടും കേരളത്തിൽ ചില സമയത്തൊക്കെ ചില ആശങ്കയുടെ ഭാഗങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ പഠനത്തിൽ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾക്ക് നിർമ്മിക്കുവാനും അല്ലെങ്കിൽ അതിൽ പ്രവേശിച്ച് വിജയിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു വഴി അതിലേക്ക് തുറന്ന് വന്നിട്ടുമുണ്ട്. ഞാൻ 1998-99 കാലഘട്ടങ്ങളിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തത്. അന്ന് സർഗം സോണി ജോണി സാഗരിക എന്നുള്ള കാസറ്റ് റെക്കോർഡിങ്ങിനോടൊപ്പം എറണാകുളത്ത് വന്ന് ഒരു ഓഫീസ് എടുത്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ വഴികൾ കുറേ ദൂരം യാത്ര ചെയ്യുകയും പിന്നെ തടയുകയും ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. എന്നാൽ ചില നമ്മുടെ നാടോടിക്കാറ്റിൽ പറയുന്നത് പോലെ, മോഹൻലാലും ശ്രീനിവാസൻ പറയുന്നത് പോലെ, അതിനൊക്കെ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് അതിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യഭാരതി ഫൗണ്ടേഷൻ, അതുപോലെ അതിൻ്റെ സന്തത സഹചാരികൾ, 2500ഓളം വരുന്ന ജീവനക്കാർ, അതിൻ്റെ ചാലകശക്തിയായിട്ടുള്ള കരുത്തരായ അതിൻ്റെ ഹെഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ജയചന്ദ്രൻ എൻ്റെ മധു, അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ 2 വ്യക്തിത്വങ്ങൾ, അവയിൽ കൂടെയുള്ളൊരു യാത്ര. ഞാൻ കണ്ടുമുട്ടിയ നിരവധി പേര് നമ്മളുടെ സിനിമാ ലോകത്ത് നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടി കപ്പ്യാരി കൂട്ടമണി എന്ന് പറയുന്നൊരു ടൈറ്റിൽ, ഒരു ബാനർ ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു 10 വർഷം മുമ്പ്. പക്ഷെ അത് ഇത്തരത്തിലുള്ളൊരു കണക്ഷൻ AJ വർഗീസ് എന്ന് പറയുന്ന നല്ലൊരു ഡയറക്ടറെ കണ്ടുമുട്ടുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ 3ാമത്തെ സിനിമ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. എങ്കിലും എനിക്ക് പൂർണ്ണമായൊരു ഉറപ്പുണ്ട് അത് കേരളത്തിൽ വളരെ
വിജയകരമായി പ്രദർശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിന് നൽകുകയാണ് ഇവിടെ വന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർ. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സഹായവസ്തുമായിട്ടുള്ള ചവറ കൾച്ചർ ഗ്രൂപ്പ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ പരിചയപ്പെട്ട നമ്മുടെ അശോകൻ സാറും നമ്മുടെ മഞ്ജുപിള്ള മേഡവും അതോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന പ്രതിഭയും ഒക്കെ നമ്മളുടെ എല്ലാ തരത്തിലുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള വളരെ ആത്മാർത്ഥപരമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മളുടെ പ്രവർത്തനത്തെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് വരികയാണ്. അപ്പം എല്ലാവർക്കും സുരഭാരതി ക്രിയേഷൻ്റെ ഭാവുകങ്ങൾ. ഓക്കെ. സോ സാർ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ ഒരു ഹിറ്റ് മേക്കറാണ്, ഓൾറെഡി ഒരു പ്രൂവൻ ടാലന്റഡ് ഡയറക്ടറാണ് വർഗീസ് ചേട്ടൻ. സോ ചേട്ടനെയാണ് ഞാൻ അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. ലെറ്റ്സ് വെൽക്കം ദ ഡയറക്ടർ ഓഫ് ദി ഫിലിം അടിനാശം വെള്ളപ്പൊക്കം, AJ വർഗീസ്, ഓൺ ടു ദ സ്റ്റേജ്. വർഗീസ് ചേട്ടൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ഒരുപാടധികം ഹോപ്സ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ബിക്കോസ് വീണ്ടും ഒരു ക്യാമ്പസ് ചിത്രവുമായി ഒരു 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 ഹിറ്റ് മേക്കർ വരുമ്പോൾ എവിടെ പോയി ഓക്കെ. സോ നമ്മുടെ ഹോപ്സ് വളരെ വളരെ ഹൈ ആണ് ചേട്ടാ. വാട്ട് യു ഹാവ് ടു സേ? എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഒന്നാമത് സ്റ്റേജ് ഫിയർ ഉണ്ട്, എന്നാലും ഓക്കെ. ഇത് അടികപ്പിയാരെ കൂട്ടുമണി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള ഈ സിനിമയും ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന് എൻ്റെ കൂടെ ഒരു വലിയൊരു ടീം മെമ്പേഴ്സ് തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും ഉള്ളൊരു വിശ്വാസം, അത് നമുക്ക് ഉടനെ തന്നെ നമുക്ക് തിയേറ്ററിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ കുറേ നല്ല പ്രതിഭകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതിനോടൊപ്പം തന്നെ പുതുമുഖങ്ങളും താരതമ്യേന പുതുമുഖങ്ങളുമായിട്ടുള്ള കുറച്ച് പുതിയ ആളുകളെയും കൂടെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് എന്താ പറയുക, നല്ല സിനിമയായിരിക്കും അത്. അതായത് ടോട്ടലി ഒരു ഫൺ എൻ്റർടൈനർ, അതാണ് അടിനാശം വെള്ളപ്പൊക്കം. അപ്പോൾ ഇതിൽ ഇന്ന് അതിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ, ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ നടക്കുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം പോലെ എനിക്ക് കാണാൻ സാധിക്കുന്നത്, നേരത്തെ പറഞ്ഞ മനോജ് സാറ്, സൂര്യഭാരതി ക്രിയേഷൻസ്, അവർ പുതുതായിട്ട് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ചൂടുവിൽക്കുന്നു. അതിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. താങ്ക് യു മനോജ് സാർ. അതുപോലെ തന്നെ ഇതിലേക്ക് എത്തിച്ച 2-3 പേരുണ്ട്. അതുപോലെ ജയൻ ചേട്ടൻ, മധു ചേട്ടൻ, താരാതിയിടത്ത് മാഡം, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരാണ് ഇതിൻ്റെ മനോജ് സാറിൻ്റെ പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവരാണ് ഈ സൂര്യഭാരതി ക്രിയേഷൻസ് ആയാലും സാറിൻ്റെ മറ്റ് മേഖലകളിലെല്ലാം സാറിന് പൂർണ്ണ പിന്തുണയായിട്ട് നിൽക്കുന്നത്. അവർക്കും എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ സൂര്യഭാരതി ക്രിയേഷൻസിലെ ഓരോ ആളുകളും, അവരെ ഒരുപാട് പേരുണ്ട്. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ തൃശ്ശൂരിൽ ഈ അവരുടെ ഓഫീസുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് എപ്പോൾ ചെന്നാലും വളരെ വെൽക്കമിങ് ആയിട്ടും വളരെ സന്തോഷത്തോടുകൂടിയും ഉള്ള അവരുടെ ഒരു സ്വീകരണം, അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. നമ്മൾ ടെൻഷനായിട്ട് പോകുന്നു, പക്ഷേ അവരുടെ ഒരു സ്വീകരണം കാണുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പോൾ സൂര്യഭാരതി ക്രിയേഷൻസിലെയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവർക്ക്. അതിലെ ഓരോ മെമ്പേഴ്സിനും എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ സിനിമ അവരുടെയും കൂടെ സിനിമയാണ്. അവരെയും കൂടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ സിനിമ ഈ ഒരു നിലയിലേക്ക് എത്തിയത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന അശോകൻ ചേട്ടൻ, മഞ്ജു ചേച്ചി, ഷൈൻ ചേട്ടൻ, പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ബൈജു ചേട്ടൻ, പിന്നെ ബാബു ആൻ്റണി ചേട്ടൻ, ജോൺ വിജി സാർ, ശ്രീകാന്ത് വെട്ടിയാർ, പിന്നെ ഇവിടെ ഈ പുതിയ കുറച്ച് ആളുകൾ, സഞ്ജയ്, സജിത്ത്, പ്രിൻസ്, കിരൺ, പിന്നെ വിനീത് മോഹൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു ഗ്രൂപ്പ് കോമഡി, പിന്നെ എലിസബത്ത് ഹീറോയിൻ ആയിട്ട് നമ്മുടെ ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് എൻ്റർടൈനറാണ് പടത്തിൽ. പിന്നെ ഈ പറയുന്ന മെയിൻ ഇവൻറ്റ് ഓഡിയോ ലോഞ്ച്, അത് സുരേഷ് പീറ്റർ സാർ, അതാണ് ഒരു അട്രാക്റ്റീവ് ഒരു പോയിന്റ്. കുറേ 12 വർഷത്തിന് ശേഷം അദ്ദേഹം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു മൂവിയാണ്. അദ്ദേഹത്തിനെ ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിന് കുറേ ടൈം ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വേറെ കുറേ പരിപാടികളൊക്കെ ഇട്ട് തിരക്കായിരുന്നു. എങ്കിലും നമ്മൾ ആവശ്യം അറിയിച്ചപ്പോൾ അദ്ദേഹം 2 സോങ് നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തു തന്നു. എന്താ പറഞ്ഞൊരു ഫാൻ ബോയ് എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത്. എത്രയോ പാട്ടുകൾ അദ്ദേഹത്തെ കണ്ട് ഡാൻസ് കളിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഫാൻ ബോയ് ആണ്. കൂട്ടത്തിൽ പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് കിളി, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ 2 നല്ല പാട്ടുകൾ നമ്മുടെ ഈ പടത്തിലുണ്ട്.
അത് സുരേഷ് പീറ്റേഴ്സ് ഉണ്ട്. പിന്നെ രാമകൃഷ്ണൻ ഹരീഷ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അല്ലേ റിവ്യൂ, അദ്ദേഹം ഈ പടത്തിലേക്ക് ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഒരു ടോട്ടൽ ബാക്ക് ബോൺ എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ശ്രീരാഗ് സുരേഷ്. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്, ബാക്കി പറഞ്ഞിട്ട്. ഓക്കെ, വർഗീസ് ചേട്ടാ, ഇപ്പൊ നേരത്തെ ചേട്ടൻ സംസാരിച്ചപ്പോ ഇതില് ആക്ടേഴ്സിന്റെ പേരെല്ലാവരുടെയും പേര് ഓരോരുത്തരുടെയും എടുത്തെടുത്ത് പറയണ്ടായി. ബട്ട് ആക്ച്വലി ഈ ഒരു പോസ്റ്ററിൽ നമുക്കൊരു ആനയെ കാണാം. ഈ ആനയ്ക്ക് അടിനാശം വെള്ളപ്പൊക്കത്തിലുള്ള സിഗ്നിഫിക്കൻസിനെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അത് ആനയുടെ പേര് പുതുപ്പള്ളി സാധു എന്നാണ് ആനയുടെ പേര്. പേര് പോലെ തന്നെ വളരെ സാധുവായിട്ടുള്ളൊരു ആന. ആർട്ടിസ്റ്റിനെ ഇരുത്തി പറയുകയാണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റിനെക്കാട്ടിലും കറക്റ്റായിട്ട് അഭിനയിച്ചിട്ട് പോയത് സാധുവാണ്. ഒരു റീടേക്കും ഇല്ല, പറയുമ്പോൾ കറക്റ്റ് പൊസിഷനും ഒന്നും നിൽക്കും, വേറെ ശല്യങ്ങളൊന്നും ഇല്ല, കറക്റ്റാണ്. അത് പിന്നെ വൻ ഫാൻ ഫോളോവേഴ്സ് ആണ്. ഷൈൻ ചേട്ടനായിരുന്നു ആനയായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഞാൻ ഷൈൻ ചേട്ടനെ കുറച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഷൈൻ ചേട്ടാ. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. ബിഫോർ ദാറ്റ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും റിപ്പറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഈ അടി എന്ന ഒരു വാക്ക് ടൈറ്റിൽ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കുന്നതും വർഗീസ് ചേട്ടനും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? അതൊരു ഭാഗ്യവാക്കാണോ? ലൈക്ക് അടി കപ്പേരെ കൂട്ടുമണി, ഉറിയടി, എല്ലാത്തിലും ഒരു അടിയുണ്ട്. ആൻഡ് എനിക്ക് തന്ന ഈ ഒരു പോസ്റ്റർ അതിൽ കണ്ടില്ലേ, അടി ഇസ് ഇൻ റെഡ്. സോ എന്താണ് അത്? അടിയോടൊന്നും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്നായിരിക്കാം. ഇല്ല, അത് ഒരു യാദൃശികമായിട്ട് സംഭവിക്കുന്നതാണ്. തൽക്കാലം ഇതോടുകൂടി അടി ട്രിലോജി നിർത്തുന്നതാണ്. ഓക്കെ, സോ അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ ഒരു സിനിമ ഉണ്ടാകാനായിട്ട് കാരണക്കാരായ 3 പേരാണ് ഇവർ. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഡ്യൂസറായിട്ടുള്ള മനോജ് സാറിന്റെ സ്ട്രോങ് പില്ലേഴ്സ് ആയി നിൽക്കുന്നവരാണ് ഇവർ. സോ ആദ്യമായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ദ പ്രോജക്ട് ഡിസൈനർ ആർ ജയചന്ദ്രൻ സാർ. ജയചന്ദ്രൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹി ഈസ് എ സീനിയർ ജേർണലിസ്റ്റ് ആൻഡ് അതുപോലെ തന്നെ മംഗളം പത്രത്തിന്റെ ട്രിവാൻഡ്രം ബ്യൂറോയിലെ ചീഫ് ആണ് അദ്ദേഹം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, we shall put our hands together to welcome our Jayachandran onto the stage. ആൻഡ് മധു സാറിനോടൊപ്പം താര അതിയെടുത്ത് മാമിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സിനിമയുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് താര മാം ആൻഡ് സൂര്യഭാരതിയിലെ ഒരു ശക്തമായ സ്ത്രീ സാന്നിധ്യമാണ്. സോ ലെറ്റ്സ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ താര അതിയെടുത്ത്. നൗ ദാറ്റ് 3 of you are on stage, നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് അഡ്രസ് ചെയ്യുമോ പ്ലീസ്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യം തന്നെ ഈ വേദിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിമിഷങ്ങൾ ചേർത്ത് വെച്ച ഒരു മനോഹരമായ യാത്രയുണ്ട്. ആ യാത്ര തുടങ്ങുന്നത് 2024 ജൂണിലാണ്. ആ ജൂൺ മാസത്തിലാണ് വർഗീസ് വന്ന് കഥ പറയുന്നത്. ഞാനും മധു സാറും ജയൻ സാറും എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളുടെ തനിനിറം സ്റ്റുഡിയോയിൽ ഇരുന്ന് കഥ കേൾക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ മനോജ് സാർ പിന്നെ ഒന്നും ചിന്തിച്ചില്ല എന്ന് പറയാം, എത്രയും വേഗം തന്നെ 2024 ജൂലൈ 13 സൂര്യഭാരതി ക്രിയേഷൻ എന്ന നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സെപ്റ്റംബർ 5 ആദ്യത്തെ പൂജ നടക്കുന്നത്. ഓരോ ഘട്ടവും അത്രയും ഭംഗിയായാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട്, എപ്പോഴും ഇതിനൊക്കെ പിറകില് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനോജ് സാർ തന്നെയാണ്. ഞങ്ങളുടെ 15ഓളം പ്രൊജക്റ്റുകൾ അതിൻ്റെ പിറകില് ഞങ്ങളിന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഞങ്ങളുടെ സാറിൻ്റെ ആത്മസമർപ്പണം, അതുപോലെ തന്നെ കഠിനാധ്വാനം, അതിലുപരി ഞങ്ങളെ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അത് തന്നെയാണ് ഈ നിമിഷത്തെ ഇവിടെ ചേർത്ത് വെക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു അടി അല്ലേ, അടിനാശം വെള്ളപ്പൊക്കം. ഈ ഓരോ അടിയും, അടിനാശം വെള്ളപ്പൊക്കം എന്ന നമ്മുടെ സിനിമയിലെ ഓരോ അടിയും തിയേറ്ററിൽ ഒരു വൻ കയ്യടിയാവട്ടെ. അതങ്ങനെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ എത്തട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച് താര മാം.
താര അതിയടത്താണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. ഷീ ഈസ് എൻ ഓഥർ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യഭാരതിയിലെ ഒരു ഫുള്ളി പാക്ഡ് വുമൻ പവറാണ്. ആൻഡ് നെക്സ്റ്റ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് SB മധു സർ ആണ്, തനിനിറം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എസ്പെഷ്യലി നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ മനോജ് ചേട്ടൻ. എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ലാൽ സാർ സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞത് ഒരു സംഭവിക്കുന്ന സംഗതിയാണ്, സംഭവിക്കുന്നതാണത്. അത് നേരത്തെ കരുതിക്കൂട്ടി അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടൊന്നും ചിലപ്പോൾ സിനിമ ആവണമെന്നില്ല. സിനിമ സംഭവിക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലാണ് നമ്മുടെ ഈ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു ബീജഭാവം ഉണ്ടായത്. അതായത് തിരുവനന്തപുരത്ത് ഞാൻ ഇത് 2-3 പ്രാവശ്യം തൃശ്ശൂരിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വേദി പങ്കിടേണ്ടി വന്നതുകൊണ്ട് എനിക്കത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരികയാണ്. തിരുവനന്തപുരത്ത് ആര്യനിവാസ് ഹോട്ടലിൽ അവിചാരിതമായിട്ട് ഞാൻ ഈ ജയചന്ദ്രൻ ചേട്ടനെ കാണാൻ, ഞാനും ജയചന്ദ്രൻ ചേട്ടനുമായിട്ട് ഏകദേശം 30 വർഷത്തോളം ബന്ധമുണ്ട്. എൻ്റെ ചേട്ടനാണ് യഥാർത്ഥത്തിൽ, അങ്ങനെയുള്ള ബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്, മിക്കവാറും കാണാറുണ്ട്. അങ്ങനെ ആര്യനിവാസ് ഹോട്ടലിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. ഞങ്ങൾ ചായ കുടിച്ച് സംഭാഷണം തീർന്ന് ഞാൻ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഏതോ കോളേജ് വിദ്യാർത്ഥിയായിരിക്കും. ഇദ്ദേഹത്തിന് ഒരുപാട് പോലീസ് ബന്ധവും DGP IG കമ്മീഷണറുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് എന്തെങ്കിലും വല്ല വണ്ടി പിടിച്ചതോ വല്ല കേസ് കേട്ടൊക്കെ ഒന്നും ആയിരിക്കും. സാധാരണ അങ്ങനെ ചില ആൾക്കാരൊക്കെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ആരെന്നറിയാമോ എന്നൊന്നും ചോദിച്ചു. ഞാൻ പറയാം അറിയില്ല. ഇത് അടികപ്പിയരെ കൂട്ടമണിയുടെ ഡയറക്ടറാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് സാധാരണ ഞാൻ ഒരു സിനിമാക്കാരനല്ല, ഇങ്ങനെ വന്ന് ചേർന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഡയറക്ടേഴ്സിനൊക്കെ അതിൻ്റെ ഒരു രൂപവും ഭാവവും മട്ടും ഭാവവും ഒന്നും വർഗീസിനില്ല. പിന്നീട് എനിക്ക് ഒരു അതിശയം തോന്നി. ഞാൻ അങ്ങനെ പോകാനിറങ്ങിയാൽ ഞാൻ അവിടെ ഇരുന്ന് വീണ്ടും ഞങ്ങൾ ഓരോ കോഫി കുടിച്ചു. അതിനിടയ്ക്ക് അപ്പോഴാണ് ജയചന്ദ്രൻ ചേട്ടൻ പറഞ്ഞു, മധു, വർഗീസ് വന്നത് ഒരു പ്രോജക്റ്റുമായിട്ട് വന്നതാണ്, നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചർച്ച ചെയ്തുകൂടെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു, വീണ്ടും ഓരോ ചായ കുടിക്കുന്നു, വട കഴിക്കുന്നു. അതിനിടയിൽ ഈ സിനിമയുടെ കഥ ഓൺലൈനായിട്ട് പറയുന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഞാൻ എന്തോന്നു, എനിക്ക് സിനിമയായിട്ടൊരു ബന്ധമില്ല, എൻ്റെ കയ്യിൽ കാശുമില്ല സിനിമ എടുക്കാൻ, പിന്നെ ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ജയചന്ദ്രൻ ചേട്ടൻ പറഞ്ഞു, എടേ ഒരാളുണ്ട് നമ്മുടെ മനോജ് ചേട്ടൻ്റെ അടുത്ത്, നമുക്ക് വർഗീസിനെ കൊണ്ടുപോകാം. മനോജ് ചേട്ടൻ എന്തായാലും നോ പറയില്ല, നീ ഇവിടെ ഒന്നും മിണ്ടാതെ പുറകിൽ നിന്നാൽ, നീ അവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത്, നിനക്കൊരു ചെറിയ കുഴിത്തുരുമ്പ് പരിപാടിയുണ്ട്, അത് നീ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഇവിടെ വെച്ച് പറയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, ഞാൻ സിനിമയല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരായിട്ട് നേരെ തൃശ്ശൂർ വരുന്നു. സപ്പോർട്ടിന് ഞങ്ങൾ ഒരു സ്ത്രീ കൂടെ വേണമല്ലോ, സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ മനോട്ടം വലുതായിട്ട് വഴക്കൊന്നും പറയില്ല. നേരെ ടീച്ചറിനെ കയ്യിലെടുത്തു. നമ്മൾ ടീച്ചറെ സംഭവം ഇങ്ങനെയാണ്, ടീച്ചർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മിണ്ടായിരിക്കണം, നല്ലൊരു പ്രോജക്റ്റാണ്. അങ്ങനെ ടീച്ചർ ഞങ്ങൾ 3 പേരായിട്ട് മനോഹരനെ കാണുന്നു, കാര്യം പറയുന്നു. എന്ത് വിശേഷം വന്നത്? നമ്മളൊരു ചേട്ടാ തലയൊക്കെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞൊരു സിനിമയാണ്. മനോഹരൻ നോ പറയുമെന്നാണ് ആദ്യം ഒരു പേടിയായിരുന്നു. സിനിമ എപ്പോൾ എന്ത് ചെയ്യാൻ? ഇതാരെ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഡയറക്ടറാണ്, അടികപ്പേരെ കൂട്ടമണിയുടെ ഡയറക്ടർ. ഇപ്പോൾ മനോജേട്ടനെ ഒന്നും പിടിച്ചില്ല, കാര്യം അത്രയ്ക്കുള്ള ഒരു ലുക്കും ഒന്നും ഇല്ലല്ലോ വർഗീസ്. മനോജേട്ടൻ ഇങ്ങനെ ഈ കൊച്ചു പേരാ സിനിമ എടുത്ത്. ചേട്ടാ ഇത് തന്നെ ആള്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരെ കൊണ്ട് ഇറക്കിയെന്ന് വരെ മനോജേട്ടൻ സംശയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞു. പിന്നെ കാര്യം സീരിയസ് ആയി. മനോജേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട, താര ടീച്ചറുണ്ട്, ജയചന്ദ്രനും മധുവുണ്ട്, നിങ്ങൾ അവരുമായിട്ട് ഇതിൻ്റെ സ്റ്റോറി പറയാൻ പറഞ്ഞു. സത്യം പറയാം, ഞാൻ അപ്പോൾ വല്ല നോവലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടെന്നല്ലേ, വലിയ പ്രാക്ടീസ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇത് ചർച്ച ചെയ്തു. മനോഹരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മനോഹര കഥ കൊള്ളാൻ, നല്ല രസമുണ്ട്, കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള സിനിമയാണ്, ഹ്യൂമറാണ് ആൾക്കാർക്ക് ഇഷ്ടം. മനോഹരൻ പറഞ്ഞു, എന്നാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ട, നമുക്ക് അടുത്ത ആഴ്ച. അപ്പം അപ്പോഴും ഞങ്ങൾക്കൊരു വിശ്വാസം വന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരൻ വളരെ ഈസി വാക്കിൽ പറയണം, അടുത്ത ആഴ്ച ഒരു സിനിമ തുടങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഉടനെ തന്നെ അടുത്ത നെക്സ്റ്റ് വീക്കിൽ സൂര്യഭാരതി ക്രിയേഷൻസിൻ്റെ ഓഫീസ് തരുന്നു. തൃശ്ശൂരിൽ തന്നെ ഏറ്റവും അതിമനോഹരമായ ചാർക്കോളാസ് ബിൽഡിങ്ങിൽ, അവരുടെ ഒരു പരമ്പരാഗതമായ ഒരു ബിൽഡിംഗ്, നമുക്ക് ഒരു ബംഗ്ലാവ് എന്ന് തന്നെ പറയാം, ആ ബിൽഡിംഗ് നമുക്ക് തരുന്നു. അവിടെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം അല്ലേ, എല്ലാ സംഗതികളും അവിടെ ആരംഭിക്കുന്നു. ഇവരുടെ എഴുത്തുകാർ വരുന്നു. അതിനുശേഷമാണ് വാസ്തവത്തിൽ സൂര്യഭാരതി ക്രിയേഷൻ തന്നെ രൂപീകരിച്ചു. അങ്ങനെ വളരെ യാദൃച്ഛികമായിട്ടാണ്. പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഫണ്ട് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ കൃത്യസമയത്ത് എത്തി.
പിന്നെ മനോജേട്ടനെ പറ്റി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോജേട്ടൻ ഈ സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്താണ് മാധ്യമങ്ങളിലെ ചില വാർത്തകളും കാര്യങ്ങളൊക്കെ വന്ന സമയമാണ്. അന്ന് മനോജേട്ടൻ വളരെ പ്രത്യേകതയായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിനിമയിലുള്ള സ്ത്രീകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കും മറ്റ് അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ആരൊക്കെ ഉണ്ടോ അവർക്ക് വളരെ സുരക്ഷിതമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് വേണം അത് ഈ സിനിമയുടെ ഒരു ആരോപണം പോലും നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഉണ്ടാവരുത്, ഒരു പരാതി ഉണ്ടാവരുത്. സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കാമോ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യണം. അതിനാണ് താര ടീച്ചറെ പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തി താര ടീച്ചർ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതിനുള്ള വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ സിനിമയുടെ ഷൂട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചായകുടിയിൽ നിന്ന് ഉണ്ടായ ഒരു സിനിമയാണ് ഈ അടിനാശം വെള്ളപ്പൊക്കം. മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂര്യഭാരതി ക്രിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. നിരവധി സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഉപരി ഞാൻ കഴിഞ്ഞ ഇതിൽ പറയുകയുണ്ടായി, ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പൂജകൾ നടക്കാറുണ്ട് സിനിമയെ പറ്റി. ഒരു പടം എടുക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു ക്യാമറ കൊണ്ടുവരുന്നു, ഒരു പൂജ നടത്തുന്നു, പിന്നെ ആ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പുറം ലോകത്ത് ആർക്കും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ നിരവധി പേരുടെ സ്വപ്നങ്ങൾ അകാലത്തിൽ പൊഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. അതിനിടയിലാണ് ഈ സൂര്യഭാരതി ക്രിയേഷൻസ് ഇത്ര ഭംഗിയായി ഒരു സിനിമ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ സർവേശ്വരൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾ പറയുമ്പോൾ ഇതിനെല്ലാം സാമ്പത്തികമാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. ആ സാമ്പത്തികം ഒരു മടിയും കൂടാതെ ഈ നമ്മൾ ഉദ്ദേശിച്ച തുകയെക്കാട്ടിലും കൂടുതലായി ഈ സിനിമ. സാധാരണ പ്രൊഡ്യൂസർമാരാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകും നമുക്ക് അറിഞ്ഞിടും, ഒന്നിൽ വീട് വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നാട് വിടേണ്ടി വരും. പക്ഷേ മനോഹരനെ സംബന്ധിച്ചിടത്തോളം എന്നോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് പൈസ അല്ല പ്രശ്നം, നമുക്കത് ക്വാളിറ്റി ആയിട്ടുള്ള സിനിമയാക്കി, നമ്മുടെ ആദ്യത്തെ സിനിമയാണ്, നല്ല മികച്ച രീതിയിലുള്ള മേക്ക് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അതിന് പൈസ കൂടുതലായാലും കുഴപ്പമില്ല, ഈ പൈസ നിങ്ങൾ തിരിച്ചു പിടിച്ചു തന്നാൽ മതി, ഒറ്റ ഗ്യാരണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ നമുക്ക് എക്സസ് വന്ന തുകയൊന്നും ഒരു മടിയും കൂടാതെ എന്നെ ഒന്നും പറഞ്ഞില്ല മനോഹരൻ, എന്ത് ആവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ കുറച്ച് പൈസ നമുക്ക് കൂടുതൽ വേണ്ടി വരും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അത് കുഴപ്പമില്ല, നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങൾ സിനിമ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ മനോജേട്ടൻ്റെ ഒരു കടാക്ഷം കൊണ്ട് നമുക്ക് ഈ സിനിമ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. കാര്യം വർഗീസിനെ സംബന്ധിച്ചിടത്തോളം വർഗീസിൻ്റെ പ്രായത്തിനപ്പുറമുള്ള ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് വർഗീസ്. ഞാനത് ഓരോ ദിവസം ഞാൻ വർഗീസിൻ്റെ കൂടെ റൂമിലുണ്ട്. വർഗീസിൻ്റെ തൊട്ടടുത്ത റൂമിലാണ് ഞങ്ങൾ രണ്ടുപേരും ചുരുണ്ടുകൂടി കിടക്കുന്നത്, ക്യാമറമാൻ സൂരജും ഞാനും. അപ്പോൾ വർഗീസിൻ്റെ ആ ജോലിയോടുള്ള ഡെഡിക്കേഷൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മികച്ച ഒരു സംവിധായകനാണ് വർഗീസ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയുടെ VFX ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലോക സിനിമ ചെയ്ത പ്ലാനറ്റ് ഹൗസ് അല്ലേ, വിക്ടോറിയ, അവരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ക്രൂ ടീമാണ് നമ്മുടെ സിനിമയുടെ. സുരേഷ് പീറ്റേഴ്സ് സാറിനെ അദ്ദേഹത്തിനൊക്കെ രണ്ടാമത് റീലോഞ്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ നമ്മുടെ ഈ സിനിമയെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഡയറക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വർഗീസിനെയും ഞാൻ ഈ വേദിയിൽ അഭിനന്ദിക്കുന്നു. എൻ്റെ സ്നേഹം നിറഞ്ഞ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സൂര്യഭാരതിയുടെ പേരിൽ പ്രത്യേകം ഞാൻ നന്ദി പറയട്ടെ. മലയാള സിനിമയിൽ വൻ വിജയം രചിക്കാൻ പോകുന്ന ഒരു സിനിമയുടെ മുന്നൊരുക്കങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഈ സിനിമയ്ക്കൊരു ജാതകമുണ്ട്. ആ ജാതകത്തിൽ വിട്ടുപോയ ഒരു കണ്ണിയുണ്ട്, അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഞാൻ വർഗീസിനെ പരിചയപ്പെടുന്നത് അജിത് വിനായക പ്രൊഡക്ഷൻസ് മിക്കവാറും എല്ലാ സിനിമകളിലും അവരുടെ കഥ കേൾക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വളരെ സത്യസന്ധമായ രീതിയിൽ അജിത്തിനോട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ ഓഫീസിലിരുന്നപ്പോൾ അജിത്തിൻ്റെ ഒരു കോള് വന്നു, ചേട്ടനെ കാണാനായിട്ട് വർഗീസ് എന്ന് പറയുന്ന ഡയറക്ടർ എത്തും. അങ്ങനെ വർഗീസിനെ
ഞാൻ കണ്ടു. മധുവിൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഈ സിനിമയുടെ ജാതകം എഴുതിയത് എൻ്റെ പ്രിയപ്പെട്ട മനോജേട്ടനായിരുന്നു. മനോജേട്ടൻ ഒരു സംശയവും ഉന്നയിച്ചില്ല, ഈ സിനിമ എങ്ങനെ വരും, എങ്ങനെ വൻ വിജയമായിരിക്കുമോ അല്ലയോ, ജയചന്ദ്ര ഇതെങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ മധുവിനോട് പ്രത്യേകം പറഞ്ഞു, മധു ഒന്ന് ചെവി കൂർപ്പിച്ച് ഇതിൻ്റെ കഥ കേൾക്കണം. ടീച്ചറിനോടും പറഞ്ഞു, ടീച്ചറെ ഇത് വളരെ ശ്രദ്ധിച്ച് നമുക്ക് കേൾക്കണം. രണ്ടുപേരും വലിയ അഭിപ്രായമാണ് നമ്മുടെ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ നേരത്തെ മധു സംസാരിച്ചതുപോലെ എന്താ പറയുക, ചിരി പടർത്തുന്ന ഒരു സിനിമയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വർഗീസിൻ്റെ കഴിവുകൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ടതല്ല, ഒന്നല്ല അത്. കാരണം വർഗീസ് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സംവിധായകനാണ്. പിന്നെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയേണ്ടത് ജെമിനോടാണ്. ജെമിൻ ഇതിൻ്റെ അകത്ത് ഒരു യാദൃച്ഛികമായി കടന്നു വരികയും ഈ സിനിമ ഇന്ന് ഈ അറ്റത്ത് എത്തി നിൽക്കുന്നതിൽ പ്രധാന ചാലകശക്തിയായി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാണ്. പ്രത്യേകം നന്ദിയുണ്ട്. അതുപോലെ ഈ സിനിമയുടെ മഹാവിജയത്തിന് ശേഷം ഞാൻ സൂര്യഭാരതി ഡയറക്ടർ വിദ്യാസാഗർ സാറിനെ നേരിട്ട് കാണും. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ സാറിപ്പോൾ ഓർക്കുന്നുണ്ടോ എന്തിനാവും ജയചന്ദ്രൻ ഇതിപ്പോൾ എന്നോടിത് പറയുന്നതെന്ന്. പക്ഷേ സാറിനറിയാം അത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് സാറിനറിയാം. അപ്പോൾ ഈ സിനിമയുടെ മഹത്തായ വിജയത്തിന് ശേഷം ഞാൻ സാറിനെ നേരിട്ട് കാണും. എൻ്റെ മനോജേട്ടനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം അടുത്ത സിനിമയുടെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ജയചന്ദ്ര കഴിഞ്ഞു, ഈ സിനിമ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ നോക്കുന്നേ ഇല്ല. അടുത്ത ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മലയാള സിനിമയിൽ ഇതിഹാസങ്ങളായ താരനിരകളായിരിക്കും സൂര്യഭാരതിക്ക് വേണ്ടി വരിക എന്ന് കൂടി പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ മൈക്ക് മധുവിനെ കൈമാറുന്നു. എനിക്ക് മൈക്ക് വലിയ പ്രിയമുള്ള ഒരു സാധനമാണ്. ചായ കുടിക്കും പോലെയാണ് മൈക്ക്. ഈ സിനിമയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ഷൂട്ടിങ്ങിൻ്റെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഈ പ്രിയപ്പെട്ട നമ്മുടെ താരം ഷൈൻ ടോം ചാക്കോ സാറ് അപകടത്തിൽപ്പെടുന്ന ഒരു രംഗം വരെ ഞങ്ങളെല്ലാം ഭയന്നിരുന്നു പോയി. അത് ഈ സിനിമ കാണുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. വളരെ അപകടകരമായ സീന് അദ്ദേഹം അഭിനയിച്ചു. ബാബു ആന്റണി ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം പോലും അവിടെ ഇരുന്ന് പറഞ്ഞു, ആരാണ് ഷൈനിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഭയന്നു പോയി. ആ സീന് മെത്ത എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10-20 പേരാണ് 4 ചുറ്റുപാട് ഓടിയത്. ആ സീനിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, സിനിമ പുറത്തു വരാനുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ വലിയ സാഹസികമായ രംഗങ്ങൾ വരെ നമ്മുടെ ഈ സിനിമയിലുണ്ട്. ഷഹദ് ആ സിനിമയുടെ തുടക്കത്തിലെല്ലാം ഓട്ടമായിരുന്നു. ഷഹദ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ ഭാഷയിൽ പറയുന്നത് വെട്ടുക്കിളി എന്ന് പറയും. അത് വെട്ടുക്കിളി പെട്ടെന്ന് ഇങ്ങനെ മിന്നി പോവും. അതുപോലെയായിരുന്നു ഷഹദിൻ്റെ പ്രകടനം. അതുപോലെ നമ്മുടെ ക്യാമറാമാൻ സൂരജ്, നമ്മുടെ പ്രിയ സഹോദരങ്ങളായ സജിത്ത്, സഞ്ജയ്, പ്രിൻസ്, വർഗീസിൻ്റെ ചേട്ടൻ, അദ്ദേഹം ഇതിനകത്തൊരു മെയിൻ റോളിലുണ്ട്. ഭയങ്കര കൊടൂര വില്ലനാണ് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നായിക പതുങ്ങിയിരിക്കുകയാണ്, അങ്ങോട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നായിക. പിന്നെ വേറൊരു ടീച്ചറുണ്ടായിരുന്നു, ഹിൽഡ ടീച്ചർ. ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ അതിലോട്ട് വരാൻ പോകണം. പിന്നെ അശോകൻ ചേട്ടൻ, ഞാൻ അശോകൻ ചേട്ടാന്ന് വിളിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പിന്നെ എല്ലാവർക്കും വീട്ടിലൊക്കെ പണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യം കൊണ്ട് ചേട്ടാന്ന് വിളിക്കുകയാണ്. മഞ്ജു മേഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 വില്ലത്തിയാണ്, നമ്പർ 1 വില്ലത്തി. അതുപോലെ അശോകൻ ചേട്ടൻ അതിന് നേരെ വിപരീത പാവം. അങ്ങനെയൊക്കെ നമ്മുടെ ഈ സിനിമയിൽ വളരെ രസകരമായ രംഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സിനിമ ഇതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും വലിയ സഹായം നൽകിയ മലയാള സിനിമയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളില്ല, സേതുവേട്ടൻ. നമുക്കെല്ലാം അറിയാം, ആശീർവാദ് സിനിമാസിൻ്റെ പ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ലാൽ സാറിൻ്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളാണ് സേതുവേട്ടൻ. സേതുവേട്ടൻ അവിടെ മൂലയ്ക്ക് പാത്ത് പതുങ്ങിയിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. സേതുവേട്ടൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഈ സിനിമയ്ക്ക് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അവിടെ നിൽപ്പുണ്ട് അക്ഷയ്. ഈ സിനിമയുടെ PR വർക്ക് എല്ലാം ചെയ്യുന്ന അക്ഷയ്, അശ്രാന്ത പരിശ്രമം.
അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു സഹോദരനാണ്. എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന്, അതായത് അത്രമാത്രം എഫേർട്ട് എടുക്കുന്ന ഒരു ഈ പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല, സിനിമയെ സ്നേഹിച്ച് ഇത്രമാത്രം ഓടുന്ന ഒരാളിനെ. ഇതിനെ ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ മൊത്തം കണക്കെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജമീൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു സഹോദരൻ ഇപ്പോൾ ഉണ്ട്, ഒളിച്ചു നിൽക്കുകയാണ്. ജമീനാണ് ഇതിൻ്റെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ജമീനാണ്. അത്രമാത്രം ജമീൻ ഹാർഡ് വർക്കാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയും കൂടെ ഒരു 2 മണിയൊക്കെയാണ് ജമീൻ കിടന്നുറങ്ങിയത്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, എല്ലാ ആൾക്കാരെയും ക്രമീകരിക്കുന്നു, മുഴുവൻ കാര്യങ്ങൾ. സത്യം പറയാൻ നമ്മുടെ ഫ്ലാറ്റിലെ ഫുഡ് രാവിലെ കഴിച്ചതിനിടയ്ക്ക് പാചകവും നടത്തും. രാവിലെ കഴിച്ചൊരു 10-30 മുട്ട അവിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യും. അതിന് ശേഷമാണ് ഈ കലാപരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ സിനിമ എന്ന് പറഞ്ഞൊരു വലിയ കൂട്ടായ്മയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ സിനിമ. സാധാരണ ഒരു സിനിമ എടുക്കുമ്പോഴല്ല, ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇവരുടെയൊക്കെ ഇടയിൽ പോയി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി ഇവരോടൊപ്പം കൂടിയാലെന്ന് ഞാനിപ്പോൾ ആലോചിച്ചിരിക്കണം. അത്ര രസമാണ് നമ്മുടെ ഈ സജിത്തൊക്കെ കാണിക്കുന്ന ഓരോ കോക്കറി കാണുമ്പോൾ. അപ്പോൾ എന്തായിരുന്നാലും എനിവേ, പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത അദ്ദേഹത്തിൻ്റെ പേര് ശ്രീരാഗും അച്ഛനും ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ അനിയനും ചേട്ടനും പോലെ തോന്നുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ അനിയൻ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും. അപ്പോൾ എല്ലാം യങ് ബ്ലഡാണ് നമ്മുടെ ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഈ സിനിമ അടിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഈ സിനിമ വമ്പൻ വിജയമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ആരുടെയെങ്കിലും പേര് ഞാൻ ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കാര്യം എന്തായാലും ടീച്ചർ മൈക്കിന് വേണ്ടി ആർത്തി കൂട്ടുകയാണ്. മൈക്ക് ടീച്ചറിന് കൊടുക്കുകയാണ്. മൈക്കിന് വേണ്ടി ആർത്തി കൂട്ടുകയല്ല, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ആ സമയത്ത് എനിക്ക് ലൊക്കേഷനിൽ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മഞ്ജു മാമിൻ്റെയും ഷൈൻ സാറിൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. എത്രയും തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിൽ എനിക്ക് ഇൻ്റർവ്യൂ തരികയുണ്ടായി. അതുപോലെ തന്നെ മാം ഒരുപാട് ടെക്നിക്കൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നിരുന്നു, എങ്ങനെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ. അതെനിക്ക് ഇതുവരെ പാലിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ്, ഞാൻ മാമിനോട് ചോദിച്ചു എങ്ങനെയാണ് മാം ഇങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. എനിക്ക് പറഞ്ഞു ഒന്ന് ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നും പറഞ്ഞു. ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവരും, ഇപ്പം നമ്മുടെ മധുസാർ ഓരോരാളുടെ പേരും എടുത്ത് പറഞ്ഞു. ജെമിനൊക്കെ ഇന്നലെ രാത്രി ഒരു 1 മണിക്കൊക്കെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം അത്രയും എന്താ പറയേണ്ട, ഇതിൽ പുട്ട് ചെയ്ത അവരുടെ ഒരു പൊട്ടൻഷ്യലും എനർജിയും ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവരോടും എൻ്റെ ഒരു വലിയ സ്നേഹവും നന്ദി അറിയിക്കാം. താങ്ക് യു സോ മച്ച് 3 of you.